ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറേ നാളായി നമ്മൾ ട്രിപ്പൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ എടപ്പള്ളിയിലുള്ള കൂനന്തയിലുള്ള റോയൽ എൻഫീൽഡ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പും ഒരു മാസം 2 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലെ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നൊരു ഓഗസ്റ്റ് 11 കാലത്ത് നമ്മളൊരു 6-6:30 ആകുമ്പോഴത്തേക്കും അവിടെ 6 മണിക്ക് നമ്മുടെ ഗ്രൂപ്പ് അവിടെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഒരു 6 മണി കഴിഞ്ഞ് 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വിഷ്വൽസ് നിങ്ങൾ കാണുന്നത് നമ്മുടെ മൂവാറ്റുപുഴയാണ് കേട്ടോ, മൂവാറ്റുപുഴ ജംഗ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ. അവിടെ എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ നേരെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ പോകുന്നത് ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കി നമ്മുടെ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അവിടെ നമ്മുടെ നീലക്കുറിങ്ങിയൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ഓൾറെഡി അതായത് ഒരാഴ്ച മുമ്പ് തന്നെ അവർ ഇടും കേട്ടോ ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മളങ്ങനെ മൂവാറ്റുപുഴ എത്തി. നമ്മുടെ ഇഡ്ഡലി ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ പൂരിയാണ് പറഞ്ഞത്. പൂരി കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇഡ്ഡലിയും ഒരു വടയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. നല്ല ചൂടുള്ള ഇഡ്ഡലിയും നല്ല ചൂടുള്ള വടയായിരുന്നു കിട്ടിയത് കേട്ടോ. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അവിടെ ചട്നിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ പൂരിക്ക് സബ്ജിയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ യാത്ര തുടർന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ ഇടുക്കി ലക്ഷ്യമാക്കിയിട്ട് നമ്മളങ്ങനെ ട്രാവൽ ചെയ്യാം കേട്ടോ. റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മുടെ ചെറുതോണി കഴിഞ്ഞിട്ട് അങ്ങനെ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാമിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നമ്മളത് മുമ്പോട്ട് പോകുന്നു. അത്യാവശ്യം ആ ദിവസങ്ങളിൽ നമ്മൾ മഴ അന്ന് കുറവായിരുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല മഴ കിട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ ചെറുതോണി കഴിഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്തോട്ട് വരുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ എന്താ പറയുക ഹൈ റേഞ്ച് പോലെ കണ്ടു. അവിടെ അത്യാവശ്യം നല്ല വലിയ കയറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വണ്ടിയിൽ സിംഗിൾസ് ആയിരുന്നു, ആരും ബാക്കിൽ പില്യൺ റൈഡേഴ്സായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേരുണ്ട്, ഏകദേശം ഒരു 10-20 പേര് ഉണ്ട് ഏകദേശം ടോട്ടൽ റൈഡേഴ്സായിട്ട്. അപ്പോൾ കുറേ പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, കുറേ പേര് ബാക്കിൽ പോകുന്നുണ്ട്. അവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഹെഡ് എപ്പോഴും ഫ്രണ്ടിൽ പോകും. പിന്നെ ഏറ്റവും ലാസ്റ്റും ഇതേപോലെ അവരുടെ ആ ഒരു സർവീസ് സെൻറ്ററിലെ ഒരു ആളും കൂടെ നമ്മുടെ ഏറ്റവും ലാസ്റ്റുള്ള റൈഡറായിട്ട് ബൈക്കിലുണ്ടാവും. അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന ആ ഒരു ബൈക്കാണ് നമ്മുടെയൊക്കെ ആവശ്യമുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഷോറൂമിൽ നിന്ന് ഒരു 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു ഈ റൈഡിൽ. സ്ഥിരമായിട്ട് എല്ലാ റൈഡിലും അവർ എല്ലാ ആഴ്ചയും പോവാറുള്ളതാണ് കേട്ടോ. പിന്നെ റൈഡ് എന്ന് പറയുന്നത് ഏകദേശം മാസത്തിൽ 3-4 പ്രാവശ്യം 3 പ്രാവശ്യം എന്തോ വൺ ഡേ ലോങ് ഡ്രൈവ്, അതായത് കാലത്ത് പോയിട്ട് വൈകിട്ട് വരുന്ന ആ രീതിയിലുള്ള റൈഡ് എല്ലാ ഞായറാഴ്ചയും അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി മാസത്തിൽ 3 മിനിമം അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഹൈ റേഞ്ച്, അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കയറ്റം അങ്ങനെ വലിയ സീനില്ല. പക്ഷേ ഈ ഒരു 3-4 ഹെയർ പിന്ന് ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു ഹെയർ പിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വേണം നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ അതേ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇവിടെ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ടീമിലെ ആൾക്കാർ ഇവിടെ അങ്ങനെ ബൈക്ക് സൈഡാക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചെറുതായിട്ട് നമ്മളൊരു കട്ടനൊക്കെ അടിച്ചിട്ട് നമ്മളങ്ങനെ പോകാമെന്ന് വെച്ചു. അങ്ങനെ എല്ലാവരും ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ കാണുന്ന ബൈക്ക് ലെഫ്റ്റ് സൈഡിലൊരു വെള്ളയും ബ്ലൂ ആയിട്ട് കണ്ടില്ല, അതാണ് നമ്മുടെ ഹിമാലയ അല്ല, ഗറില്ല, പുതിയ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയും കൂടെ റൈഡിന് അവരെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അവർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാറി വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വയ്യാതായെന്ന് വെച്ചാൽ അവരുടെ കൂടെയുള്ള ആരെങ്കിലൊക്കെ നമ്മുടെ വണ്ടി അവർ ഡ്രൈവ് ചെയ്തോളും. അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട്. ചായ ഓരോ കട്ടൻ പറഞ്ഞു, കുറേ പേര് ചായ കുടിച്ചു, കുറച്ച് പേര് കട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ ഒരു കട്ടനൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല ക്ലൈമറ്റായിരുന്നു അവിടെ കേട്ടോ. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, മഴ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. കാലത്ത് അങ്ങോട്ട് മഴയുണ്ട്, തിരിച്ചു വരുമ്പോൾ നല്ല മഴ കിട്ടിയത്. ഒരുവിധം മാറിയുടെ ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. മെറ്റിയോറുണ്ട്, മെറ്റിയോർ 650 ഉണ്ട്, നമ്മുടെ പുതിയ ഗറില്ല ഉണ്ട്, പുതിയ ഹിമാലയൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ വണ്ടികളും ഇതിലുണ്ട് കേട്ടോ. സംഭവം ഇത് ഏകദേശം എടപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഒരു 100 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും പയ്യെ തന്നെ പോകുന്നത്, കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്.
6 മണിക്ക് 6:30ക്ക് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഏകദേശം 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ സുഖമായിട്ടെത്താം. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ നമുക്ക് നല്ല ഗ്യാപ്പിട്ട് നമുക്ക് പയ്യെ പോയാൽ മതി. അപ്പോൾ ഇത് അങ്ങനെ വീണ്ടും നമ്മളവിടെ നിന്ന് എന്താ പറയുക, നേരത്തെ നിർത്തി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത്, മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മൾ മൂന്നാർ ഇടുക്കിയിലൊക്കെ പോകുന്നത് നമ്മൾ നേര്യമംഗലം അടിമാലി ആ വഴിയൊക്കെയാണല്ലോ പോവാറ്.
നമ്മളങ്ങനെ റൈഡ് ചെയ്ത് നമ്മൾ ഏകദേശം ചെറുതോണി എത്താറായിട്ടോ. ചെറുതോണിയിൽ ഇപ്പോഴത്തെ പാലം എന്ന് പറഞ്ഞാൽ പുതിയ പാലമാണ്. നമ്മൾ 2018 ഫ്ലഡിൽ ഒലിച്ചു പോയിട്ട് പിന്നെ അത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അത് പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഈ ബൈക്കുകളൊക്കെ ഇവിടെ സൈഡാക്കി നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ സെഷനൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതാണ് പുതിയ പാലം, ചെറുതോണിയുടെ പുതിയ പാലം കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പാലം ഒരു പണിതിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, കണ്ടില്ലേ, മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂസാണ്. നമ്മൾ ഓഗസ്റ്റ് 11 പോകണം. അത്യാവശ്യം തിരക്ക് ഇച്ചിരി കുറവാണ്. അതായത് നീലക്കുറിങ്ങി പൂത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറവാണ് തിരക്ക് അപേക്ഷ. ഇനിയിപ്പോൾ ഈ വരുന്ന അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ സെക്കൻഡ് വീക്ക് അവധിയൊക്കെ ഉണ്ട്. മറ്റേ ഓഗസ്റ്റ് 15 അങ്ങനെ കുറച്ച് അവധിയൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും അത്യാവശ്യം നല്ല തിരക്ക് ആ ഭാഗത്തേക്ക് ഉണ്ടാവും. എങ്ങനെയുണ്ട്? യോ ഓഫർ ഉണ്ടായിരുന്നെങ്കിലേ അങ്ങനെ അവിടെ നിർത്തി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, അടിപൊളി നല്ല രസമുള്ള എന്താ പറയുക ഏരിയ കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഗ്രീനറി, മഴയൊക്കെ പെയ്ത് ഒരുവിധം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. എവിടെയും വലിയ പ്രശ്നങ്ങൾ എവിടെയും നമ്മളങ്ങനെ ഫേസ് ചെയ്തില്ല. എല്ലാം നല്ല റോഡായിരുന്നു. ഇവിടെ നമ്മൾ എറണാകുളത്ത് നിന്ന് അവിടെ എത്തുന്ന വരെ അടിപൊളി കിടിലൻ റോഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാൽവരി മൗണ്ടിൻ്റെ പ്ലേസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ കൂടെ മുമ്പോട്ട് പോകണം. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു റൈറ്റ് കാണും. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മളങ്ങനെ മേലേക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ സംഭവം. ഈ പറഞ്ഞ പോലെ കല്യാണത്തണ്ട് നമുക്ക് എത്താൻ റീച്ച് ചെയ്യാം. ഇത് നമ്മുടെ ഗൊറില്ല പോകണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം റോഡ് നല്ലതാണ്, പിന്നെ ഇച്ചിരി ഒരു ഓഫ് റോഡാണ്. പക്ഷേ കാര്യമില്ല, സുഖമായിട്ട് വണ്ടി നമുക്ക് പോവാം. അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കാറുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് റൈറ്റ് എടുക്കുന്നതിൻ്റെ ആ ഭാഗത്ത് വേണമെങ്കിൽ വണ്ടി നമുക്ക് നിർത്തിയിട്ട് പിന്നെ നമുക്ക് നടന്നു പോകാം. ബൈക്കാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മേലെ വരെ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് ട്രക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നീലക്കുറിഞ്ഞി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കടകളൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ല. അതൊരു ചെറിയൊരു കടയുണ്ട്. അവിടെ നിന്ന് നമുക്ക് നാരങ്ങ വെള്ളം അങ്ങനത്തെ ചെറിയ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ പോകാം. ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കാറിൽ വരുന്നവർ വേണമെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ മേലേക്ക് കൊണ്ടുപോകാം. കുറച്ചുകൂടെ, അതായത് ഇപ്പോൾ തിരക്കുള്ള വീക്കെൻഡ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ തിരക്കുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ താഴെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്താൽ കുഴപ്പമില്ലാതെ ബ്ലോക്കൊന്നും ഉണ്ടാവാതിരിക്കാം. ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം കാറ് ഇതുവരെ പോവുള്ളൂ. 1-2 കാറും കൂടെ കുറച്ചുകൂടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൂടെ കഴിഞ്ഞാൽ കാറ് പിന്നെ അങ്ങോട്ട് പോയില്ല. 4 വീൽ ഡ്രൈവൊക്കെ ആണെങ്കിൽ മേലേക്ക് പോകും. പക്ഷേ മേലെ പോയാലും ഇഷ്ടംപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം വലിയ SUV ഒക്കെ ആണെങ്കിൽ പോയാലും ഈ പറഞ്ഞ പോലെ തിരിച്ച് വരണമെങ്കിൽ ഇത്തിരി അവിടെ അങ്ങനെ വലിയ റോഡ് ആയിട്ടില്ല. ഇപ്പോൾ ഇതേ റോഡ് മേലെ അങ്ങനെയാണെന്ന് ഇവിടെ കാണുന്ന റോഡ് ഇതില്ലേ, ഇപ്പോൾ നമ്മൾ വിഷ്വലിൽ കാണുന്ന റോഡ് അത് കുറച്ചുകൂടെ ഓഫ് റോഡായിട്ട് മേലെ ഉണ്ട്, കാണാൻ പറ്റും. കണ്ടില്ല, ഇവിടെ കാറൊക്കെ വന്ന് ഇവിടെ സ്റ്റക്ക് ചെയ്ത് തിരിച്ച് പോകാൻ വേണ്ടി ഇവിടെ തന്നെ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് തിരിക്കാനൊക്കെ. അപ്പോൾ പറ്റുന്നതൊക്കെ താഴെ നിർത്തിയാൽ കുറച്ചുകൂടെ നടക്കണമെന്നേ ഉള്ളൂ. ഈ കാറുകളൊക്കെ ഏകദേശം ഇതുവരേക്ക് പോവുള്ളൂ. ബാക്കി നമുക്ക് ബൈക്ക് നമുക്ക് സുഖമായിട്ട് പോകാം. മെറ്റിയർ 650 കണ്ടില്ല, നല്ല കിടിലൻ വണ്ടിയാണ് സംഭവം.
ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അറിയില്ല സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തൊട്ട് ബാക്കിൽ അതുവരെ നമുക്ക് കാറ് വരുമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ബൈക്കിന് പക്ഷേ സുഖമായിട്ട് പോകാമെന്ന് കണ്ട് ചെറിയൊരു ഓഫ് റോഡ് അത്രയേ ഉള്ളൂ. വലിയ ഭീകരമായിട്ടുള്ള ഓഫ് റോഡല്ല, പക്ഷേ എങ്കിലും ചെറിയൊരു ഓഫ് റോഡ്. നമുക്ക് ചെറിയ കയറ്റമുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അങ്ങനെ വിസിബിളായിട്ട് തോന്നില്ല, പക്ഷേ ഒരു കയറ്റമുണ്ട്. അത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴുക്കലും കാര്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇഷ്ടംപോലെ ബൈക്ക് മേലെ നമുക്ക് പാർക്ക് ചെയ്ത് കാണാം കേട്ടോ. ഇത് റിസ്ക്കൊക്കെ എടുത്തിട്ട് വന്നവർ ഇതേ കാറൊക്കെ ഇതിവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അവരവരുടെ എന്താ പറയുക ഇഷ്ടം. വേണമെങ്കിൽ വരാം, എടുത്തിട്ട് കൊണ്ടുവരാം. അടിയൊക്കെ തട്ടിയെന്ന് വെച്ചാൽ ചിലരറിയാതെ കയറി വരുന്നവരുണ്ടാവും. മനസ്സിലായി, അവിടെ എത്ര ദൂരം വണ്ടി പോകുന്നു, എവിടെയാണ് പാർക്കിംഗ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. സംഭവം തന്നെ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മളൊരു XUV 500 അവിടെ കാണാം. ഫോർഡ് എക്കോസ്പോർട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങളവിടെ പോയി തിരിച്ചിറങ്ങുന്ന സമയത്ത് മറ്റേ ജിംനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിംനി വന്ന് അവിടെ എന്താ പറയുക ഏറ്റവും ടോപ്പിൽ. ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഭാഗം പോലെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ലോങ്ങിൽ കാണാം. അത്രേ ഉള്ളൂ സംഭവം. അതുവരെ അവിടെ പോയിട്ട് നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യുക, പിന്നെ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് വേണം പോകാൻ. XUV ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജീപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു താഴെ ആ കടക്കാർക്ക് ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നണം, ജീപ്പ്. അപ്പോൾ നമുക്ക് താഴെ വണ്ടി നിർത്തിയാലും ചെറിയ ഒരു കാശ് കൊടുത്താൽ നമുക്ക് അവരിവിടെ കൊണ്ടുവന്ന് നമ്മളെ വിട്ട് തരും, ഡ്രോപ്പ് ചെയ്യും. നമ്മുടെ അങ്ങനെ ഞങ്ങൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് കുറച്ചുകൂടെ മേലേക്ക് നടന്നു. അതായത് ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ലെഫ്റ്റിൽ മലയുടെ മേലേക്ക് നടന്നു പോകണം. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോഴാണ് നമുക്ക് നീലക്കുറിഞ്ഞിയൊക്കെ നമുക്ക് കാണാൻ പറ്റുക. താഴെയാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ. ഇപ്പം നേരത്തെ കണ്ടതാണ് റിസർവോയർ, കണ്ടില്ലേ? ഇതിങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ. നല്ല ഇഷ്ടംപോലെ ഇതേ വെള്ളമുണ്ട്. ഇവിടേക്ക് തന്നെ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് വേണം കയറാൻ. കുറച്ചുകൂടെ നമുക്ക് മേലേക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താഴത്തേക്കും സൈഡിലേക്കൊക്കെ ഇറങ്ങി. നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നിറയെ നീലക്കുറിഞ്ഞി പൂക്കളൊക്കെ. ഇതാണ് സംഭവം നീലക്കുറിഞ്ഞി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംഭവം കാണുന്നത് കേട്ടോ. തിരിച്ച് പേടിച്ചു ഞാനിപ്പോ ഏകദേശം മുകളിലാണ്. അതെ ഇവിടെ കാണൂലടാ, കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതായിരുന്നേ. ഞാൻ 2 വർഷം മുമ്പ് കാണാൻ കിട്ടാറോ. 2 വർഷം മുമ്പ് ഇവിടെ കള്ളിപ്പാറയിൽ പോയി കണ്ടായിരുന്നു. കള്ളിപ്പാറ കാന്തമ്പാറ കള്ളിപ്പാറയിലും ചതുരപ്പാറയിലും ഒരുമിച്ച പൂത്ത് ആണോ? കുറച്ചും കൂടെ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ചയായ സമയം അവിടെ എത്തുമ്പോൾ 11:30 ആയി തോന്നുന്നു. അപ്പോൾ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ട് ഓഫ് റോഡ് പോകാനുള്ളവരൊക്കെ ബൈക്കിൽ ഓഫ് റോഡ് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ ഈ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി മേലേക്ക് വന്ന്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് കേട്ടോ. ഈ ഗ്രൂപ്പ് ഇത്രയും പേരുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും ഫോട്ടോ സെഷൻ. അവിടെ ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ വെറുതെ ഇരിക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്, കാറ്റിന് ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ നമുക്കധികം അങ്ങനെ ആ ഒരു എന്താ പറയുക വെയിലിൻ്റെ ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നേരെ തിരിച്ചിറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, നമ്മൾ മെയിൻ റോട്ടിൽ നമ്മൾ റൈറ്റ് എടുക്കുന്നതിൻ്റെ ആ ഭാഗത്തൊരു ചെറിയൊരു കട ഉണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഓരോ നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വീണ്ടും ഇറങ്ങി. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ചെറുതോണിയിൽ വരണം. ചെറുതോണിയിൽ വന്നാലാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പായി. എന്നാൽ പിന്നെ എല്ലാവരും നേരെ വിട്ടോടാ തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിലാണ് അടുത്ത സ്റ്റോപ്പ്.
അങ്ങനെ ഞങ്ങൾ ഇടുക്കി ഡാമിൻ്റെ ആ ഭാഗമൊക്കെ എത്തി. അവസാനം ഇടുക്കി ഡാം, നമുക്ക് ആർച്ച് ഡാം കാണുന്ന ആ ഭാഗത്ത് നമ്മൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷേ അവിടെ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു ടവറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കറക്റ്റ് കാണുന്നില്ല. അപ്പോൾ വിചാരിച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്തില്ല, അത് ലാസ്റ്റിൽ തല്ലൊക്കെ. അപ്പോൾ ആ ഭാഗത്ത് ഗ്രൗണ്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ വന്നപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുന്നു. അവിടെ എന്താ പറയുക, പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് അലൗഡല്ല, അപ്പോൾ അത് അടച്ചു. പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ മരങ്ങളെല്ലാം വളർന്ന് നമുക്ക് കാണുന്നില്ല. അത് കാരണം നമ്മൾ ആരും അവിടെ വണ്ടി നിർത്തിയില്ല, നമ്മൾ നേരെ അങ്ങനെ വിട്ടു. പിന്നെ വിശപ്പിൻ്റെ വിളി ഉള്ളിൽ നല്ലപോലെ ഉള്ളത് കൊണ്ട് ആരും അവിടെ നിർത്താനൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് നമ്മളങ്ങനെ ചെറുതോണിയിൽ നമുക്കങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുമ്പോട്ട് വന്നത്. അവസാനം നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താറാവണം കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ അത്യാവശ്യം ഒരു ഭയങ്കര വലിയ ടൗൺ അല്ലെങ്കിൽ ചെറിയൊരു നല്ലൊരു ടൗണാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കവിടെ കിട്ടും. അപ്പം ഞങ്ങൾ കയറിയ ഹോട്ടൽ അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത്യാവശ്യം ചെറുതായിട്ട് മഴ പൊടിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ശേഷം ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണി, അൽഫാം, പൊറോട്ട അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മീൽസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് ടൗൺ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചത് പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത്. അതിപ്പോൾ കാണിച്ചു തരാം. സംഭവം അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ അതായത് മിനിസ്റ്റർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസ് ജീപ്പ് അവിടെ മിനിസ്റ്ററിൻ്റെ വണ്ടിയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടില്ല. ഇതാണ് ഞാൻ കഴിച്ച പൊറോട്ടയും മുട്ടക്കറിയും. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങനെ നല്ല ഹെവി മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വരുന്ന വഴിയിൽ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഒരു ഭാഗത്ത് നിർത്തി. മഴ ജസ്റ്റ് കുറഞ്ഞപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തതാണ്. അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ മറ്റേ ദിവസം കാണുന്നവരെല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ.